എൻ്റെ നേഴ്സിംഗ് ലൈഫിൽ ഞാൻ അനുഭവിച്ച് തീർത്ത ദുരിതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ നേഴ്സിംഗ് ലൈഫിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ദുരിതം, കുറേ ദുരിതങ്ങൾ അനുഭവിച്ച് തീർത്തിട്ടുണ്ട് നേഴ്സിംഗ് ലൈഫിൽ. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് നഴ്സിംഗ് പഠിക്കാനായിട്ട് പുറത്തെ സ്റ്റേറ്റുകളിൽ പോകുന്നുണ്ട്. കർണാടക, തമിഴ്നാട്, ആന്ധ്ര, നോർത്ത് ഇന്ത്യയിലെ ഒരുപാട് സ്റ്റേറ്റുകളിൽ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹോസ്റ്റൽ ലൈഫിൽ നമ്മൾ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ, എല്ലാവരും ഒന്നിച്ച് താമസിക്കുമ്പോൾ ഒരുപാട് പേർക്ക് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഒരാൾക്ക് പനി വന്നാൽ അത് അടുത്ത ആൾക്ക് സ്പ്രെഡ് ആവും. മലേറിയ, ഡെങ്കു, അങ്ങനെ ഒരുപാട് ഉണ്ട്. ഞാൻ പഠിച്ചിട്ടുള്ള സമയത്ത് കോവിഡ് ഔട്ട് ബ്രേക്ക് ആയിരുന്നു. എൻ്റെ റൂമിലുള്ളവർക്കൊക്കെ പോസിറ്റീവായി, എനിക്ക് പോസിറ്റീവ് ആയില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ആയില്ല. അപ്പോൾ അതിനെപ്പറ്റി ആണ്, അന്നത്തെ ഒരു ഇൻസിഡന്റിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് കർണാടക പഠിക്കുന്ന സ്റ്റുഡൻസ്, നിങ്ങളൊരു ഹോസ്പിറ്റലിലോ അതോ മെഡിക്കൽ കോളേജിലോ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? എന്നാൽ എൻ്റെ ഒരു അനുഭവം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറയാം. ഞാൻ പഠിച്ചിട്ടുള്ള സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരുപാട് പേർക്ക് പോസിറ്റീവായി, പക്ഷെ എനിക്ക് പോസിറ്റീവ് ആയില്ല. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയി, അവരെയൊക്കെ ഐസൊലേഷനിൽ ഇട്ടു. അങ്ങനെ സംഭവിച്ച സമയത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്കും ഒരു വൈറൽ ഫീവർ പോലെ ഒരു ഫീവർ വന്നു. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഫീവർ ആയിരുന്നു. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു പോയി. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നന്നായിട്ട് കുറഞ്ഞു പോയി. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഹോസ്റ്റലിൽ. അന്ന് എന്നെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഹോസ്പിറ്റലിൽ കൂടെ വരാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ക്ലാസ് ഉണ്ട്. ഞാൻ ലീവ് എടുത്തു, റൂമിലിരുന്നു. നമുക്ക് എന്ത് പറ്റിയാലും ആരുമില്ല, കാരണം ഹോസ്റ്റലിൽ ആരുമില്ല. ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ ബൈസ്റ്റാൻഡറിന്റെ ആവശ്യമുണ്ട്. ബൈസ്റ്റാൻഡർ എന്തെങ്കിലും ചോദിക്കുക വരിക. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോവുക. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് നടക്കുന്നില്ല, പറ്റുന്നില്ല എന്ന് തോന്നിയാൽ മാത്രം മെഡിക്കൽ കോളേജിലേക്ക് പോവുക. എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ. കാരണം സാധ്യതകളുണ്ട്. നിങ്ങൾ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നഴ്സിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യുക. എന്നിട്ട് നടന്നില്ലാന്നുണ്ടെങ്കിൽ മാത്രം മെഡിക്കൽ കോളേജിലേക്ക് പോവുക. നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയാൽ പോലും അവിടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കത്തി കാശ് മേടിക്കും. ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞു CT സ്കാൻ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, മൂക്കിൽ കൂടെ ക്യാമറ ഇട്ട് നോക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഫണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു സുഖമില്ലാണ്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ ജസ്റ്റ് എന്തെങ്കിലും ഒരു മെഡിസിൻ തന്നു വിട്ടു. രണ്ടാമത് വേറെ ഹോസ്പിറ്റലിൽ പോയി, അവരും ജസ്റ്റ് മെഡിസിൻ തന്നു വിട്ടു. ഞാൻ മൂന്നാമത് ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഒരു പേഴ്സണൽ ആയിട്ടൊരു ഡോക്ടറെ കണ്ട് സംസാരിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ കർണാടകയിലെ മംഗലാപുരത്ത് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് അവിടെ ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഞാൻ പോയി. പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഞാൻ പോയ സമയത്ത് അവിടെ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, കോവിഡ് റിപ്പോർട്ട് എന്തെങ്കിലും? ഞാൻ പറഞ്ഞു, ഞാൻ ടെസ്റ്റ് ചെയ്താൽ നെഗറ്റീവാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അല്ല, നിങ്ങൾ കള്ളം പറയാണ്, നിങ്ങൾ പോസിറ്റീവാണ്, നിങ്ങൾ കള്ളം പറയാ, നിങ്ങൾ ഇറങ്ങിപ്പോകണം, ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഇതൊക്കെയാണ് മെഡിക്കൽ സിസ്റ്റം. മെഡിക്കൽ സിസ്റ്റം എന്ന് പറയാം നമ്മുടെ എവിടെയാ, കർണാടകയിലെ മെഡിക്കൽ സിസ്റ്റം. അവിടെ നിന്ന് ഇറക്കി വിട്ട് ഞാൻ ബൈക്ക് ഓടിച്ചാൽ പോണേ. എനിക്ക് നേരെ നിൽക്കാൻ പറ്റണില്ല. എങ്ങനെയാണ് ഞാൻ സർവൈവ് ചെയ്തതെന്ന് എനിക്ക് അറിയാൻ മേല. എന്നിട്ട് അത് വീട്ടിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല ഈ കാര്യങ്ങളൊന്നും. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് മലയാളി ഡോക്ടർമാരെ തപ്പി ഒരു ക്ലിനിക്കിൽ ചെന്നു. അവിടെ നിന്നാണ് എനിക്ക്, സത്യം പറഞ്ഞാൽ അവിടെ നിന്നാണ് എനിക്ക് മെഡിസിൻ കിട്ടിയത്. അപ്പൊ ഇങ്ങനത്തെ ഇൻസിഡന്റ് വരുമ്പോൾ, എന്തെങ്കിലും അസുഖം വന്നാൽ അത് വെച്ചോണ്ടിരിക്കാണ്ട് നിങ്ങൾ ഗവൺമെന്റ് ആശുപത്രിയിൽ പോവുക, മാക്സിമം ട്രീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ വേഗം, എന്നിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോവുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരിക്കലും നമ്മുടെ നാട്ടിലത്തെ ഡോക്ടർമാർ, നമ്മുടെ നാട്ടിലത്തെ അതേ മെഡിക്കൽ, അതായത് കേരളത്തിലെ മെഡിക്കൽ സിസ്റ്റം അവിടെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാര്യം പ്രത്യേകിച്ച് മലയാളികൾ, അവർക്ക് ഒരുപാട് പല സ്ഥലത്ത് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. മലയാളികൾ അവർക്ക് താല്പര്യമില്ല. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാട് വിട്ട് നമ്മൾ എവിടെ പോയാലും തലയിറങ്ങിയ റോട്ടിൽ കിടന്നാൽ പോലും ആരും തിരിഞ്ഞു നോക്കില്ല. അതാണ് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട അതാണ്. അതുകൊണ്ട് നമ്മുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കുക. നഴ്സിംഗിന് പോകുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പ്രത്യേകം പറയാനുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഹെൽത്ത് നമ്മൾ കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ എവിടെയാണെങ്കിലും, എങ്ങനെയാണെങ്കിലും, എത്ര പഠിക്കാനുണ്ടെങ്കിലും, എത്ര എഴുതാനുണ്ടാണെങ്കിലും വെള്ളം നന്നായിട്ട് കുടിക്കുക, ഹെൽത്ത് നന്നായിട്ട് നോക്കുക, ഫുഡ് നന്നായിട്ട് കഴിക്കുക. ഫസ്റ്റ് പ്രയോറിറ്റി ഹെൽത്തിന് കൊടുക്കുക. ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ ഇറക്കി വിടേണ്ട ഒരു അവസ്ഥയിലോട്ട് വരരുത്. എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്, പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ കോവിഡ് ഔട്ട് ബ്രേക്കിന്റെ ഒരു സമയമായപ്പോൾ എന്താ അറിയില്ല, എനിക്ക് കോവിഡ് അല്ലായിരുന്നു. ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് നെഗറ്റീവ് ആയിരുന്നു. പക്ഷെ ഇതെന്തൊരു വൈറൽ ഫീവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞ് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരും. എന്നിട്ടും ഞാൻ വണ്ടി എടുത്ത് ഹോസ്പിറ്റലിൽ തന്നെ, എൻ്റെ കൂടെ അവരാരും ഉണ്ടായിരുന്നില്ല. കാരണം അവരാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അവരുടേതായ വർക്കും കാര്യങ്ങളുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ ഞാനായിട്ടും ഒരിക്കലും അവരോട് പറയാറില്ല, എനിക്ക് വേണ്ടി നിങ്ങൾ ലീവ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അന്ന് ഞാൻ ആ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ കണ്ട ഡോക്ടർ എന്താണ് അസുഖം എന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ പോലും അവരെ കൊണ്ട് പറ്റിയിട്ടില്ല. അവര് കോവിഡ് അല്ലാന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവര് നിങ്ങൾക്ക് കോവിഡ് ആണ്, യു ആർ കോവിഡ് പോസിറ്റീവ് എന്നും പറഞ്ഞിട്ട് ഇറക്കി വിട്ടു. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു മെഡിസിൻ വല്ലതും ഉണ്ടോ ഡോക്ടറെ ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞു എനിക്ക് തന്നെ എഴുതാൻ പറ്റുള്ളൂ. ബി കോംപ്ലക്സ് തന്നിട്ട് പറഞ്ഞു
എനിക്ക് തൈ തരാൻ പറ്റത്തുള്ളൂ, എന്നെ കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്തിനാണ് അവരുടെ ഡോക്ടറാണെന്ന് പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഡോക്ടറാണെന്ന് പറഞ്ഞിരിക്കുന്നത്? അതാണ് മെയിനായിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ, അതെല്ലാവരും അറിഞ്ഞിരിക്കുക. അപ്പൊ പ്രത്യേകിച്ച് നിങ്ങളുടെ ഹെൽത്ത് കൺസേൺ വേണം. ഹെൽത്ത് നന്നായിട്ട് നോക്കുക, നല്ലപോലെ ന്യൂട്രീഷ്യൻസ് ഫുഡും ഒക്കെ കഴിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ വൈദ്യപ്പിയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഓക്കെ, ബൈ.